സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് അറിയിച്ചിട്ടുള്ള. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, എന്താണ് ഇനിയും 5 ദിവസം കനത്ത മഴ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും പ്രത്യേക മേഖലയ്ക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നെന്തായാലും 3 ജില്ലകളിലാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. അതിനൊപ്പം തന്നെ എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മഴ കനക്കുന്ന സാഹചര്യം, അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന ഒരു കാര്യം, ഈ ഛത്തീസ്ഗഡിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാന ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി, മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് എന്തായാലും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. സുലേഖ, ഈ മലയോര മേഖലകൾക്ക് പ്രത്യേകിച്ച് മുന്നറിയിപ്പുണ്ടോ? നമുക്കറിയാം, കഴിഞ്ഞ മഴക്കാലത്തെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തര കേരളത്തിലെ ജില്ലകളിലെ മഴയുടെ സ്ഥിതിയെക്കുറിച്ച് എന്താണ് പറയുന്നത് കാലാവസ്ഥാ വകുപ്പ്? എന്തായാലും ഈ മഴ കനക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അത് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ഒരുപോലെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികൃതർ മാറാൻ ആവശ്യപ്പെട്ടാൽ അതിന് തയ്യാറാകണം, ജനങ്ങൾ അതിന് തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ തീരദേശവാസികൾക്ക് ഇത്തരത്തിൽ ഈ കടലോരത്ത് താമസിക്കുന്നവർക്ക് കടൽ ക്ഷോഭമുണ്ടാകുന്ന ഘട്ടത്തിൽ മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചാൽ അതിന് ഉടനടി തന്നെ അത്തരത്തിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശം പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ രാത്രികാല യാത്രകൾ അത് കഴിവതും ഒഴിവാക്കണമെന്നുള്ള മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നത് തന്നെയാണ് KECB നൽകുന്ന നിർദ്ദേശം. ഇത്തരത്തിൽ കാറ്റ് കൂടി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോസ്റ്റുകളും മരങ്ങളും പൊട്ടി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലും മറ്റും പുറത്തിറങ്ങുന്നത് അതിൽ ജാഗ്രത പുലർത്തണം, ജനങ്ങൾ തന്നെ ജാഗ്രത പുലർത്തണം എന്നതാണ് KECB അടക്കമുള്ള KECB അടക്കമുള്ള വകുപ്പുകൾ നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് എന്തായാലും ശരി, സുലേഖ ശശികുമാറാണ് മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.